പലതരത്തിലുള്ള മഷ്റൂമാണ് കേരളത്തിൽ ചെയ്യുന്ന. ഒന്ന് ബട്ടർ മഷ്റൂം, പിന്നെ ഒന്ന് ഓയിസ്റ്റർ മഷ്റൂം. ബട്ടർ മഷ്റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെ ബട്ടൺസ് പോലെ ഇല്ലേ, ചുരിദാറുമ്പോൾ ഒക്കെ ബട്ടൺസ് ഇല്ലേ, അതുപോലെ തന്നെ ബട്ടർ മഷ്റൂം കിട്ടും. പിന്നെ ഒന്ന് ഓയിസ്റ്റർ മഷ്റൂം, ഒന്ന് ചിപ്പിക്കൂൺ എന്ന് പറയും. പിന്നെ ഒന്ന് പാൽക്കൂൺ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിവിടെ ചെയ്യുന്നത് ബട്ടർ മഷ്റൂം അല്ലെങ്കിൽ എന്താണ് ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കൂൺ. അപ്പോൾ നമുക്ക് എടുത്തേക്കുന്നത് നമ്മൾ ചിപ്പിക്കൂണിൻ്റെ ഫോണാണ് എടുത്തേക്കുന്നത്. മഷ്റൂം കൾട്ടിവേഷൻ ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഒരു മീഡിയം വേണം. അതായത് മഷ്റൂമിന് ഗ്രോ ചെയ്യാൻ ആവശ്യമായ ഒരു മീഡിയം ആവശ്യമാണ്. ദെൻ പിന്നെ ആ മീഡിയം വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമ്മൾ പോളിബാഗ് മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ പോളിബാഗ് മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ഒരു പോളിബാഗ് വേണം. പിന്നെ ഇത് ഹാങ് ചെയ്തിടാനും ഇത് കെട്ടാനൊക്കെ നമുക്ക് കയറ് വേണം. ദെൻ സ്പോൺ വേണം. ഇത്ര സാധനങ്ങൾ മതി. പിന്നെ നനയ്ക്കാൻ ആവശ്യ വെള്ളം വേണം. ഇത്രയാണ് എന്ത് ചെയ്യാൻ വേണ്ടത്, മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടത്. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം മഷ്റൂം എന്ന് പറഞ്ഞ ഫംഗസ് ആണ്. മൈസീരി മറ്റേ ഇതിലൊപ്പം തന്നെ വേറെ ഫംഗസ് ബാക്ടീരിയൊക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ഫംഗസുകൾ വളരെ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ 2 പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്ത ഹെയാണ് വൈക്കോലാണ്. പിന്നെ നമ്മളിതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് സ്റ്റെറിലൈസ് ചെയ്തല്ല, പക്ഷേ ഓൾറെഡി ഇന്ന് പൊട്ടിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റെറിലൈസ്ഡ് ആകുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വട്ടത്തിൽ കെട്ടണം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നിറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വട്ടത്തിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ വട്ടത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കെട്ടണം സൈഡിൽ. ഞാൻ ഓർഡറെ കാണിച്ചു തരും. ഇവിടെ ബാക്കി നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യണേ. അതിന് ചോടുഭാഗം ഉണ്ടല്ലോ, ടൈറ്റായിട്ട് തന്നെ കിട്ടുക. ഉള്ളി കൂടെ വലിച്ചാൽ മതി. നമുക്ക് ഏകദേശം വട്ടത്തിൽ എന്ത് വയ്ക്കാൻ പറ്റും, വയ്ക്കലെല്ലാം നടക്കാൻ പറ്റും. ഇതെന്താ മഷ്റൂമിൻ്റെ സ്പോൺ. എന്താ സ്പോൺ എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ സീഡാണ്. അതായത് മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സീഡാണ്. നമ്മൾ സീഡ് അടിച്ചത് ചെടിയിടുന്നത്. ഈ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകൂടി ബാർലി അല്ലെങ്കിൽ ഗോതമ്പായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ ഓയിസ്റ്റർ മഷ്റൂമിൽ മൈസീരിയം കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാർലിയിലോ അല്ലെങ്കിൽ ഗോതമ്പിലോ ഈ മൈസീരിയാണ് നല്ലോണം സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സ്പ്രെഡ് ചെയ്യിച്ചിട്ട് അത് എടുത്ത് പാക്കറ്റിലാക്കി, അതാണ് സോട്ട് സ്പോൺ എന്ന് പറഞ്ഞത്. ഇതാണ് മഷ്റൂമിൻ്റെ സീഡ്. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു കേട്ടോ. കണ്ടോ, ഈ വൈറ്റ് കളറാണെന്ന് മൊത്തം മൈസീരിയാണ് കേട്ടോ. അത് ഇത് നെല്ലാന്ന് തോന്നുന്നു, നെല്ലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം പാസ് ചെയ്യണേ. ചെറിയ സ്മെല്ല് കാണും ചിലപ്പോൾ. ഇപ്പോൾ ഈ സ്മെല്ല് വന്നത് വൈക്കോലിൻ്റെ സ്മെല്ലാണ്. ഇവിടെ നോക്കിക്കോട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. ബെഡ് തെറിച്ചില്ലേ, ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്പോൺ ഉണ്ടല്ലോ, സ്പോൺ ഇടേണ്ടത് വെതർ ചുറ്റും മാത്രമല്ല, സൈഡിലുണ്ടല്ലോ, സൈഡിലാണ് വെതർ കേട്ടോ. ഇത്ര മതി. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അടുത്ത ലെയർ കാണിക്കുക.
ഇത് നടുക്കിലോട്ട് അധികം പോകത്തില്ല, കാരണം മഷ്റൂം ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, ഈ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ മൈസൂരും ഗ്രോ ചെയ്യണ എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, നടുക്ക് സൈഡിൽ മാത്രം ഇടുന്നത്. ഇനി കുറച്ചും കൂടി ഇടാൻ നമുക്ക് ഇത്ര ചെറിയ ബട്ടൺ ചെയ്താൽ മതി. ശരിക്കും കുറച്ചും കൂടെ റൈസ് ചെയ്ത് പാട്ടി ഉണ്ടാക്കാം കേട്ടോ. കവറിന് വലുപ്പം കുറവാണ്, നീളം കുറവാണ്, വറ്റുവലും കുറവാണ്. നമുക്ക് ഒരു ബെഡായി നമ്മൾ സൈഡിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോൾ ഇട്ട് കൊടുക്കുക. എയർ പാസേജിന് വേണ്ടിയിട്ട് എന്തല്ലോ അതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഐസിയിൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ വൈക്കോലുണ്ട്, മൊത്തം ഐസിയിൽ ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കവർ വെച്ച് അതൊക്കെ മാറ്റാം. അല്ലെങ്കിൽ കവർ സൈഡിൽ കൂടെ കീറി കളയാവും. എന്നാലും ശരിക്കും എന്ത് വരുള്ളൂ, പുറത്തേക്ക് ആ ബഡ്സ് പുറത്തേക്ക് വരുള്ളൂ മഷ്റൂം. ഇങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുന്നത്. ബെഡ് ഇട്ടോ മഷ്റൂമിൻ്റെ ബെഡ് ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ പറയാം, കുറച്ചും കൂടെ റൈസ് ചെയ്ത് ഉണ്ടാക്കാം നിങ്ങൾക്ക്. ഇനി വല്ല സൈഡ് കെട്ടാണ്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ നേരത്തെ കളിച്ചില്ലേ, അത് സൈഡ് കെട്ടാണ് ചെയ്യണം. പക്ഷേ വട്ടത്തിനെല്ലാം അറേഞ്ച് ചെയ്യാൻ പഠിച്ചാൽ മതിയല്ലോ. വട്ടത്തിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കെട്ടിപ്പോകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ കുറച്ചും കൂടെ പൊക്കോളം ബെഡ് കിട്ടും. അപ്പം അങ്ങനെ ഉൾപ്പെടുത്തി ചെയ്യണം. വൈക്കോലിൻ്റെ ക്ഷാമമാണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈക്കോലിട്ട് ചെയ്യാമായിരുന്നു നമുക്ക്. നിങ്ങൾ കുറച്ചും കൂടെ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ലെയറും കൂടെ കുറച്ചും കൂടെ കിട്ടും. നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണേ.